ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ച് ഇടിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ആദ്യം നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാൻ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ട എടുക്കാം. ഞാനിത് ആശീർവാദ ആട്ടയാണ് എടുത്തേക്കുന്നത്. നമുക്ക് വറുക്കാതെയും വേണമെങ്കിൽ ഇടിയപ്പം തയ്യാറാക്കാം ഗോതമ്പ് പൊടി വെച്ച്. ഞാനിത് ചെറുതായിട്ടൊന്ന് വറുത്ത് തയ്യാറാക്കാം, അതിനാണ് കൂടുതൽ ടേസ്റ്റ്. ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലോട്ടാക്കാം. ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാം, ഒന്ന് തണുക്കാൻ വേണ്ടി. നമുക്ക് വെള്ളം 1.5 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല അത്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നല്ലോണം വെട്ടി തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് പൊടി നനച്ചെടുക്കാം. വെള്ളം നല്ലോണം വെട്ടി തിളച്ചു. നമുക്ക് തീയൊന്ന് നിർത്താം. നമുക്ക് കുറച്ച് തിളയോടെ ഒഴിച്ചു കൊടുക്കാം, കുറച്ചായിട്ട്. വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി. ഇനി നമുക്കിത് കൈ വെച്ച് കുഴച്ചെടുക്കാം. ചൂടുണ്ട്, നല്ല ശ്രദ്ധിച്ച് നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം. നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി എങ്ങനെ കുഴക്കുന്നത് അതേപോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് ഇടിയപ്പത്തിനകത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിനകത്ത് കുറച്ച് എണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം സൈഡിലൊക്കെ. കുറച്ച് ഉരുളകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കുറച്ച് നമുക്ക് തേങ്ങ നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം. കുറച്ച് ഇങ്ങനെ നമുക്ക് പിടിച്ചിറക്കാം. നമുക്ക് ഇങ്ങനെ കുറച്ച് എല്ലാ തട്ടിലും ഇങ്ങനെ വയ്ക്കാം. അങ്ങനെ നമ്മൾ ഒരു തട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. അടിക്ക് വെച്ചാലും മതി, അല്ലെങ്കിൽ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി തേങ്ങ. തേങ്ങ വെച്ച് കൊടുക്കാം. അങ്ങനെ 2 തട്ടിലും നമ്മൾ ഇടിയപ്പം തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ആവി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഓരോന്നായി നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ചു.
വെച്ച് കൊടുക്കണം. ഓരോന്ന് 2 തട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആവി വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് ആവി വേവിച്ചെടുക്കാം. ഇത് വെന്തതാണ്, അതുകൊണ്ട് നമുക്ക് ഒരു 20 മിനിറ്റ് മതി. നമ്മൾ ഇഡ്ഡലി പാത്രം അടപ്പേ വെച്ച് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് മതി. ഇടിയപ്പം എല്ലാം നല്ലോണം വെന്ത് കഴിഞ്ഞ് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ സോഫ്റ്റായ ഇടിയപ്പം തയ്യാറായിട്ടുണ്ട്. ചെറിയതായിട്ടാണ് തയ്യാറാക്കി വെക്കുന്നത്. നമുക്ക് വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാനൊക്കെ പറ്റും. മാവിൻ്റെ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അരിമാവും ഇത് നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കുന്നത്, മറ്റേത് അരിമാവ്. അതേപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയാൽ മതി, വലിയ പാടൊന്നുമില്ല. നമുക്കത് പെട്ടെന്നൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം, വലിയ പാടൊന്നുമില്ല. നമുക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കിയൊക്കെ നോക്കുക. ഇതേപോലെ പുതിയ പുതിയ വീഡിയോസായി ഓരോ ദിവസം ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, എന്നാലേ നമ്മൾ എന്താണ് അതിലൊക്കെ ചേർക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പേര് ചോദിക്കുന്നത്, നമ്മൾ എൻ്റെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്, എന്താ ഓരോ വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോഴും ഓരോ എന്താ ചേർക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഫുള്ളായിട്ട് വീഡിയോ കാണുക, എന്നാലേ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, ബൈ.